വീടുമായി ഞാനും കൂടെ ചാടാനല്ല വേറെ നിവർത്തില്ലടാ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അരുൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ കണ്ടിട്ട് വരുന്ന ആളായി. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഗോവയിൽ പോയ ട്രിപ്പിനെ പറ്റി പറയാനും അതിന് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. പോയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 1 year ആയിട്ടുണ്ട്. ഇപ്പം വീഡിയോ ഇടാൻ ഇത്രയും വൈകി എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറേ പ്ലാനിങ്ങോടെ ഏകദേശം ഒരു 40 GB ഡേറ്റ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എക്സാം ടൈമൊക്കെ ആയത് കാരണം ഞാൻ കുറേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, ഇങ്ങനെ എഡിറ്റ് ചെയ്യണം, അപ്പോൾ ഈ ഷോട്ട് ഇവിടെ ഉപയോഗിക്കാം, അങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ എക്സാം എല്ലാം കഴിഞ്ഞ് ആ ടെൻഷനെല്ലാം പോയപ്പോഴത്തേക്ക് ഇത് എവിടെ എന്തൊക്കെ എഡിറ്റ് ചെയ്യണം എന്നൊരു ആകെ കൺഫ്യൂസായി. പിന്നെ ഏകദേശം ഇതിൻ്റെ പിറകിലൊരു നല്ല ടൈം ഇരുന്നാൽ മാത്രമേ ഇത് ഓരോന്നും സോർട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പം മെയിൻ കാരണം മടി. ആ മടി കാരണമാണ് ഇത്രയും വൈകിയത്. എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് തരുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡാൻസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എഴുന്നേറ്റപ്പം നമ്മളിത് ഗോവയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. കയറിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതേ അങ്ങനെ ഫസ്റ്റ് ഡേ ഗോവയിലെത്തി. ഇതാണ് നമ്മുടെ ബാക്ക് കാണുന്ന റിസോർട്ട്. ഇതാണ് പൂള്. പിന്നെ ഇപ്പുറത്തെ ലേക്കുണ്ട്. ഇതാണ് അനിൽ സാർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറാണ്. ഇങ്ങനെയൊക്കെ തട്ടും ഇടയ്ക്കിടയ്ക്ക് അടിച്ച്. പിന്നെ ഇതൊരു യൂട്യൂബറാണ്, ആൽവിൻ. അപ്പം ബാക്കി പിന്നെ ഗൈസ് അങ്ങനെ റൂമിൻ്റെ കീ കിട്ടി. പോയി നോക്കാം എന്ത് സെറ്റപ്പാണ്, പൂള സെറ്റപ്പാണോ അല്ലേന്ന് പോയി നോക്കാം. അങ്ങനെ ഗൈസ് റൂമിലേക്ക് പോവേണം. വല്ല ഓള സെറ്റപ്പാണോ നല്ല സെറ്റപ്പാണോ ഇപ്പോൾ നോക്കണം ഗൈസ്. അപ്പോഴത്തേ റിസോർട്ടിലെത്തി. ഒരു ചാത്തൻ സെറ്റപ്പ്. ഫോട്ടോയിൽ കണ്ടപ്പം അന്യായ സാധനമൊക്കെ ഇരുന്നു. ഞാൻ ഇവിടെ കാണിക്കാം. ഈ സെറ്റപ്പൊക്കെ ഇരുന്നു. ഇവിടെ വന്നപ്പോൾ ചാത്ത സെറ്റപ്പ്. താഴത്തെ പൂള് കാണണം, മറ്റേ താറാവിനൊക്കെ നമ്മൾ കുളം കിട്ടിയെടുത്തില്ലേ, അതുപോലത്തെ പൂളൊക്കെയാ. ഒരു അലന്ന സെറ്റപ്പ്. എന്തായാലും വന്നപ്പോൾ തന്നെ മൂഞ്ചി. ഇനി ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾ 4 പേരാണ് ഈ റൂമില്. ഇവിടെ ഒരു 2-3 പേർ കിടക്കാം. പിന്നെ ഒരാൾക്ക് അവിടെ കിടക്കാം. സാഗറും ഇത് റപ്പാണ്. പിന്നെ അവിടുത്തെ കുളിക്കുവാണ്. അടുത്ത സാഗറിന്റെ തോർത്തോണ്ടൽ ചടങ്ങാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോണത് എങ്ങോട്ടല്ലയാ? ഫോർട്ട്. ഏത് ഫോർട്ടെന്ന് അവിടെ ചെന്ന് പറയാം, പേരൊന്നും അറിയില്ല. അവിടെ പോയിട്ട് പറയാം. കേശപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണം. അവിടെ പോയിട്ട് പറയാം എവിടെ അടുത്തേക്കാ പോകണമെന്ന്. ഇതവിടെ ചെക്കനാണ് ശരത്ത്, അല്ലെങ്കിൽ ഹായ് അടിച്ചത്. അങ്ങോട്ടേക്ക് പോവാണ്. ഇത് അഗൂഡ ഫോട്ടോ അങ്ങനെ പറഞ്ഞിട്ട് പേര് കറക്റ്റ് അറിയില്ല. അവിടെ ചെന്ന് പറയാം. അങ്ങനത്തൊക്കെയാ കേട്ടത്. അപ്പം അങ്ങോട്ടേക്ക് പോവാ. കുറച്ച് നടക്കാൻ കേട്ടോ. ഇതാണ് ടിക്കറ്റ്. ഏകദേശം 25 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാറമ്മ. നല്ല ആഴമുണ്ടല്ലോ. ടിപ്പുവിന്റെ കോട്ടയിൽ ടിപ്പുവിന്റെ കുതിര മാത്രമേ ചാടിയിരുന്നുള്ളൂ. അയ്യോ, ഇവനെടുത്ത് നോക്കില്ല. അരുൺ കുറ്റിക്കാടൻ. കുറ്റിക്കാടാണ് അടിച്ചത്. എന്നെ കിട്ടൂടാ, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല. കുറവാ ആടാ. എനിക്ക് തോന്നിയടാ. പൈസ തരില്ല. ഗൈസ്, അപ്പോൾ ഇവിടെ എൻട്രി കഴിഞ്ഞ് അങ്ങോട്ട് കയറാൻ നേരത്ത് റൈറ്റും ലെഫ്റ്റും മേളിലേക്ക് അങ്ങനെ 3 വഴിയുണ്ട്. ഏത് വഴി കൂടെ പോയാലും മതി. ഞങ്ങൾ മേലോട്ട് തന്നെ പോയി. റൈറ്റും ലെഫ്റ്റും പോയി കഴിഞ്ഞാൽ നമുക്ക് താഴോടെ ചെന്ന് കയറാം. ഈ മേളിലേക്കുള്ള ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മേളിലേക്ക് പോകാം. എന്നിട്ട് അതുവഴി കറങ്ങി താഴെ ഇറങ്ങാം. പക്ഷേ വ്യൂ ഒക്കെ ഒരു ആവറേജ് വ്യൂ ആയിരുന്നു. പക്ഷേ ചൂട് ഒരു രക്ഷ ഉണ്ടായില്ല. എന്താ പറയുക,
ആകെ കരിഞ്ഞുണങ്ങിയ ഒരു അവസ്ഥയായി. ഇപ്പം ഞാൻ പോകുന്നത് അഗുഡ ഫുഡിൽ തന്നെ ഏറ്റവും കിടിലൻ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് ഇവിടെയാണ്. കാര്യം ഈ ഫോർട്ടിൻ്റെ ഒരു സൈഡ് എൻട്രി പോർഷൻ ലാൻഡാണ്, കരയാണ്. ഇപ്പുറ സൈഡ് കടൽ വ്യൂ ആണ്. ഇതൊരു രക്ഷയില്ല കേട്ടോ, ശരിക്കും നല്ല മനോഹരമായിട്ടുണ്ട്. ഹായ് കാണിക്കടാ, കൈ എവിടെടാ? വേറെ പണിയാ. ഗായ്സ്, അപ്പത്തേ ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ അത്യാവശ്യം എത്ര ഹൈറ്റിലാണെന്ന് അറിയത്തില്ല, നല്ല ഹൈറ്റിലാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ കവറേജ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത്യാവശ്യം നല്ല വ്യൂ കിട്ടും. പിന്നെ ഇത് നോക്കിയേ, ഇത്രയും വെയിലത്തോടെ കൂളായിട്ടൊന്ന് മുടിയും കോതെ നിൽക്കുന്നുണ്ടോ. ഇവിടെ അത്യാവശ്യം ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ, പുറത്തുനിന്ന് ഒരുപാട് പേരുണ്ട്. ഗൈസ്, ഇപ്പോൾ വെയിലൊക്കെ കാരണം ഞങ്ങൾ പയ്യെ അങ്ങ് ഇവിടുന്ന് സ്കൂട്ടാവാൻ തീരുമാനിച്ചു. അപ്പോൾ വരുന്നവർക്ക് 2 കൂട്ടുകാരന്മാരെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്ന ടൈം വളരെ തെറ്റിപ്പോയി, മോശമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുകിൽ രാവിലെ വരണം, രാവിലെക്കാട്ടും ബെറ്റർ വൈകുന്നേരമായിരിക്കും. വൈകുന്നേരം ഒരു 4:30-5 മണി തൊട്ട് ഇവിടെ നൈസായിരിക്കും. ഞങ്ങൾ വന്നത് അത്യാവശ്യം റൂമിലെത്തിയപ്പോൾ 9 മണിയായി. പിന്നെ ഇവിടെ 1 മണിക്കൂർ പോസ്റ്റ് അടിച്ചു. പിന്നെ കുളിച്ച് ഇറങ്ങി എല്ലാം കൂടെ ആയപ്പോഴേക്കും 11:30 ഇവിടെ എത്തിയപ്പം. അത് കാരണം ഉച്ച വെയിലൊക്കെ കൊണ്ടു അത്യാവശ്യം നന്നായിട്ട്. ഇനിയും നിന്ന് കരിഞ്ഞ് ഒട്ടുപോലെ പോലെ ആവുമ്പോൾ പയ്യെ ഇവിടെ നിന്ന് സ്കൂട്ടാവാന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം പോലും മേടിച്ചില്ല, അതുകൊണ്ട് നന്നായിട്ട് ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ ഇവിടുന്ന് ആരും കാണാൻ സ്കൂട്ടാവാന്ന് വെച്ചു. പിന്നെ താഴെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അങ്ങോട്ടോടെ ഒന്ന് പോകണം. അപ്പം നമുക്ക് വെളിയിറങ്ങിയിട്ട് കാണാം. ഇല്ല, ഒരു ഗുമ്മില്ല, വെയിലുണ്ട്, കരിഞ്ഞു പോണ്. അയ്യോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ. ഇതിൻ്റെ ഫുൾ എന്താ പറയുക, ഒരു രസം ആസ്വദിക്കണമെങ്കിൽ വൈകുന്നേരമൊക്കെ വരണം. പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്ന് എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആണോന്ന് പറഞ്ഞ് ചോദിച്ചു, പരിചയപ്പെട്ടു. പക്ഷേ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് പരിചയപ്പെടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അല്ല, അത് ഇവിടെ കുപ്പിക്കടി വരെ വെള്ളത്തിനാന്ന് പറയാം. Sweet? Yeah, bro, thank you. സാധനം എങ്ങനെ നോക്കാം. കുഴപ്പമില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, കള്ളിനെക്കാട്ട് വിലയാണ് വെള്ളത്തിന്. ഗൈസ്, അങ്ങനെ നമ്മൾ അഗുഡ ഫോർട്ടിനോട് ബൈ പറഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.